വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 10 10ാം ക്ലാസ്സിലെ ബയോളജി. അതിൽ ചാപ്റ്റർ 1 സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ലോകത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അല്ലേ, സെൻസ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള റെസ്പോൺസസും നമ്മൾ കാണിക്കുന്നുണ്ട് അല്ലേ. ഒബ്സർവ് ദ പിക്ചർ. Children and other organisms have a variety of experiences. What are they? ചിത്രം നോക്കൂ കൂട്ടുകാരെ. അതിലെ കുട്ടികളും അതിലുള്ള ഓർഗാനിസംസ് എന്താണ്, ഒരുപാട് എക്സ്പീരിയൻസ് കാണിക്കുന്നുണ്ട് അല്ലേ. എന്തെല്ലാമാണത്? എ ചൈൽഡ് ടേസ്റ്റിംഗ് എ മാംഗോ അല്ലേ, ഒരു കുട്ടി മാമ്പഴം ടേസ്റ്റ് ചെയ്യാണ് അല്ലേ. അപ്പോൾ ആ ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാണ് ആ കുട്ടി. എ സ്നെയിൽ വിത്ഡ്രോയിങ് ഇറ്റ്സ് ബോഡി into the shell when it is touched. ഒച്ചിനെ തൊടുമ്പോൾ അതിൻ്റെ ബോഡി ഷെല്ലിനുള്ളിലേക്ക് വലിയുന്നു. പിന്നെന്തെല്ലാമാണ് കാണുന്നത്? ഫീൽ കോൾഡ് വെൻ വാഷിംഗ് ഫേസ്. മുഖം കഴുകുമ്പോഴല്ലേ ആ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ, ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബേർഡ്സ് ആർ ഫ്ലൈയിങ് വെൻ മേക്കിംഗ് സൗണ്ട്. ശബ്ദമുണ്ടാക്കിയിട്ട് പക്ഷികൾ പറക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ ഓരോരോ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. What are the factors to which children and other organisms respond here? ഈ ചിത്രത്തിലെ ഓർഗാനിസംസും ചിൽഡ്രനും ഏതെല്ലാം ഫാക്ടേഴ്സോടാണ് റെസ്പോണ്ട് ചെയ്തത്? ടേസ്റ്റ്, ടച്ച്, സൗണ്ട്, ലൈറ്റ്, സ്മെൽ, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സോട് എന്ത് ചെയ്തു? അവർ റെസ്പോണ്ട് ചെയ്തു. The senses that evoke responses in organisms are called stimuli. ഓർഗാനിസത്തിൽ ഇത്തരം റെസ്പോൺസസിനെ ഇവോക്ക് ചെയ്യുന്ന സെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ഡു വി റെക്കഗ്നൈസ് സ്റ്റിമുലൈ ഓൺലി ഫ്രം അവർ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ്? നമ്മൾ നമ്മുടെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സിൽ നിന്ന് മാത്രമാണ് നമ്മൾ സ്റ്റിമുലൈ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ആർ സ്റ്റിമുലൈ ഫോംഡ് ഇൻസൈഡ് ദ ബോഡി ആറിൻ്റെ. അപ്പോൾ വിശപ്പും ദാഹം അല്ലേ, അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ബോഡീൻ്റെ ഇൻസൈഡിൽ നിന്നും ഫോം ചെയ്തിട്ടുള്ള സ്റ്റിമുലൈ അല്ലേ. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾ ഫോർ സച്ച് സ്റ്റിമുലൈ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റിമുലൈൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് കൂട്ടുകാർ കണ്ടുപിടിക്കൂ. ഹൗ ഡസ് ദ ബോഡി റിസീവ് സ്റ്റിമുലൈ? അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബോഡി സ്റ്റിമുലൈനെ റിസീവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ 1.1 ആൻഡ് ഫോം ഇൻഫറൻസസ്. അപ്പോൾ 1.1 നോക്കൂ കൂട്ടുകാരെല്ലാവരും. എന്താണ് കാണുന്നത്? സെൻസ് ഓർഗാൻസ് ആണ് അല്ലേ. ഏതൊക്കെയാണ്? ടങ്കും ഉണ്ട്, ഐ ഉണ്ട് അല്ലേ. അതിലുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസും ആണ് കാണിക്കുന്നത്. There are specialized cells in the sense organs and other parts of the body to receive stimuli. These cells are known as receptors. നമ്മുടെ ബോഡിയിലെ പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ സെൻസ് ഓർഗാൻസിലും എന്തുണ്ട്? കുറേ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ആ സ്പെഷ്യലൈസ്ഡ് സെൽസിൻ്റെ ഫങ്ഷൻ എന്താണ്? സ്റ്റിമുലൈ റിസീവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ. അങ്ങനെ സ്റ്റിമുലൈ റിസീവ് ചെയ്യുന്ന ആ സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദേ റിസീവ് സ്റ്റിമുലൈ ആൻഡ് ജനറേറ്റ് സ്യൂട്ടബിൾ ഇമ്പൾസസ്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ റിസപ്റ്റേഴ്സ് സ്റ്റിമുലൈ റിസീവ് ചെയ്തുകൊണ്ട് എന്ത് ജനറേറ്റ് ചെയ്യും? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. നോർമലി responses occur when the impulses generated by the receptors on receiving the stimuli reach the brain. അപ്പോൾ ആ റെസ്പോൺസസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സ്റ്റിമുലൈ റിസീവ് ചെയ്യുന്നത് വഴി റിസപ്റ്റേഴ്സ് എന്ത് ജനറേറ്റ് ചെയ്യുന്നു? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. ആ ഇമ്പൾസസ് ബ്രെയിനിലേക്ക് റീച്ച് ചെയ്യണം അല്ലേ. ബ്രെയിനിലേക്ക് എത്തിയ ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അതിനുള്ള റെസ്പോൺസസ് ഉണ്ടാവുന്നത്. The nervous system controls and coordinate these actions. അപ്പോൾ ആ റെസ്പോൺസസ് അല്ലേ, ഈ എല്ലാ ആക്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? നെർവസ് സിസ്റ്റമാണ്. അനലൈസ് ഫിഗർ 1.1 ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മേജർ പാർട്സ് ഓഫ് ദ നെർവസ് സിസ്റ്റം. അപ്പോൾ 1.1 ഫിഗർ നോക്കൂ. അതിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ മേജർ പാർട്സ് നോക്കൂ. ഏതൊക്കെയാണ്? ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് അല്ലേ, പിന്നെന്താണ്? നെർവ്സ് ഉണ്ട്. ന്യൂറോൺ. അപ്പോൾ എന്താണ് ന്യൂറോൺ? ന്യൂറോൺ ഓർ നെർവ് സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം. അപ്പോൾ നെർവസ് സിസ്റ്റത്തിലെ ഏറ്റവും ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഏതാണ്? ന്യൂറോൺ അഥവാ നെർവ് സെൽ. ലൈക്ക് ഓൾ അതർ സെൽസ്, ദ ന്യൂറോൺ ഹാസ് എ സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്.
അപ്പോൾ വേറെ എല്ലാ സെല്ല് പോലെ തന്നെ ന്യൂറോണും എന്തുണ്ട്? സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസും ഉണ്ട്. Analyze illustration 1.2 and tabulate the main parts of the neuron, its characteristics and function. അപ്പോൾ നമുക്ക് ചിത്രം കണ്ടിട്ട് എന്ത് ചെയ്യണം? ന്യൂറോൺസിൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണ്, ആ ഓരോ പാർട്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ, അതിൻ്റെ ഫങ്ഷൻ എല്ലാം കൂട്ടുകാരെ എഴുതണം. ഇലിസ്ട്രേഷൻ 1.2 നോക്കൂ. ന്യൂറോൺ അല്ലേ, അതിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ന്യൂറോണിൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കൂ. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ഷ്വാൻ സെൽ, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ്, എല്ലാ സെല്ല് പോലെ തന്നെ ന്യൂറോണിനും എന്തുണ്ട്? സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസും ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ പാർട്ട് ഏതാണ്? ഡെൻഡ്രൈറ്റ്. എന്താണ് ഡെൻഡ്രൈറ്റ്? ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. ഡെൻഡ്രോൺ നിന്ന് വരുന്ന ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. പാർട്ട് ദാറ്റ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. ആ ഡെൻഡ്രൈറ്റിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇമ്പൾസിനെ റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. എവിടെ നിന്നാണ് ഇമ്പൾസ് വരുന്നത്? അഡ്ജസൻറ്റ് ന്യൂറോൺ അല്ലേ, അടുത്തുള്ള ന്യൂറോണിൽ നിന്നും ഇമ്പൾസിനെ റിസീവ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ പണി? ഡെൻഡ്രൈറ്റിൻ്റെ ഫങ്ഷൻ. ഡെൻഡ്രോൺ എന്താണ്? ഡെൻഡ്രോൺ ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നും വരുന്ന ഷോർട്ട് ഫിലമെൻറ്റ് ലൈക്ക് സ്ട്രക്ചറാണ് എന്ത്? ഡെൻഡ്രോൺ. ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ്സ് ടു ദ സെൽ ബോഡി. അപ്പോൾ വേറെ ന്യൂറോണിൽ നിന്ന് ഇമ്പൾസ് ആദ്യം വാങ്ങും? ഡെൻഡ്രൈറ്റ് വാങ്ങും അല്ലേ. ആ ഡെൻഡ്രൈറ്റ് ഇമ്പൾസ് പിന്നെ ആർക്ക് പാസ് ചെയ്യും? ഡെൻഡ്രോണിന് പാസ് ചെയ്യും. ഈ ഡെൻഡ്രൈറ്റിൽ നിന്ന് ഇമ്പൾസ് വാങ്ങിയ ശേഷം അതെവിടേക്ക് ഇമ്പൾസ് പാസ് ചെയ്ത് കൊടുക്കും? ഡെൻഡ്രോൺ സെൽ ബോഡിയിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. അതാണ് ഡെൻഡ്രോണിൻ്റെ ഫങ്ഷൻ. അടുത്തത് എന്താണ്? ആക്സോൺ. ആക്സോൺ എന്ന് പറഞ്ഞാൽ ഏത് പാട്ടാണ്? ആ ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ആണ് അല്ലേ. ആ ഏറ്റവും നീളമുള്ള ഫിലമെൻറ്റിനാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുന്നത്. ആക്സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്ന് വരുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ആണ് എന്ത്? ആക്സോൺ. ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. അപ്പോൾ ഡെൻഡ്രൈറ്റ്സ് വഴി, ഡെൻഡ്രോൺ വഴി എവിടെ എത്തി ഇമ്പൾസ്? സെൽ ബോഡിയിലേക്ക് എത്തിയില്ലേ. ആ സെൽ ബോഡിയിലുള്ള ഇമ്പൾസ് ഔട്ട്സൈഡിലോട്ട് അല്ലേ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാണ്? ആക്സോൺ ആണ്. അടുത്തതാണ് എന്ത്? ആക്സോണൈറ്റ്. ആക്സോണൈറ്റ് പറഞ്ഞാൽ എന്താണ്? ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ. ആ ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ആയിട്ടുള്ള ആക്സോണിൻ്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. ആക്സോണൈറ്റിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു ദ സിനാപ്റ്റിക് നോബ്. ആ ആക്സോണൈറ്റിൻ്റെ അറ്റത്തുള്ള അല്ലേ ടിപ്പിലുള്ള നോബിലൊക്കെ എന്ത് ചെയ്യും? ഈ ഇമ്പൾസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആക്സോണൈറ്റിൻ്റെ ഫങ്ഷൻ. ഇനി നോക്കൂ, ആക്സോണിലേക്ക് കുറേ ഷീത്ത് ഇങ്ങനെ കവേർഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ഷീത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. അതിൽ കുറേ സെൽസ് ഉണ്ട്. ആ സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷ്വാൻ സെൽ എന്ന് പറയുന്നത്. ആ ഷ്വാൻ സെൽ എന്താണ് ചെയ്യുന്നത്? ഇറ്റ് എൻസർക്കിൾ ദ ആക്സോൺ. ആക്സോണ് ചുറ്റും കവേർഡ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. അതാണ് നമ്മൾ ആ ഒരു സെല്ലിനെയാണ് എന്ത് പറയുന്നത്? ഷ്വാൻ സെൽ എന്ന് പറയുന്നത്. ആക്സോണൈറ്റിൻ്റെ ടിപ്പിലുള്ള നോബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് അല്ലേ. ടിപ്പ് ഓഫ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റിൻ്റെ ടിപ്പിനെയാണ് എന്ത് പറയുന്നത്? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഇറ്റ് സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഈ സിനാപ്റ്റിക് നോബാണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലേ. ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? സിനാപ്റ്റിക് നോബാണ്. അപ്പോൾ മെയിൻ പാർട്സ് ഓഫ് ദ ന്യൂറോൺ ഏതൊക്കെയാണ്? ഡെൻഡ്രൈറ്റ് അല്ലേ. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഈ ഡെൻഡ്രൈറ്റ് എവിടെ നിന്നാണ് വരുന്നത്? ഡെൻഡ്രോൺ എന്നാണ് അല്ലേ. ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ഷോർട്ട് ഫിലമെൻറ്റ് ലൈക്ക് സ്ട്രക്ചറാണ്. ആ ഡെൻഡ്രോണിൽ നിന്നും പിന്നെ എന്താണ് വരുന്നത്? സെൽ ബോഡി ഉണ്ട് അല്ലേ. ആ സെൽ ബോഡിയിൽ നിന്ന് ഏറ്റവും ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ആണ് ഏത്? ആക്സോൺ. ആക്സോണിൻ്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സോണൈറ്റ്. ആക്സോണൈറ്റിൻ്റെ ടിപ്പിൽ കാണുന്ന നോബ് എന്താണ്? സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബാണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്നത്.
ആക്സോണിന് ചുറ്റുമുള്ള സെൽസ് ഏതൊക്കെയാണ്? ഷ്വാൻ സെല്ലാണ് അല്ലേ. Axons of most of the neurons are repeatedly encircled by myelin, a membrane containing lipid. This is called myelin sheath. ഏകദേശം എല്ലാ ന്യൂറോൺസിൻ്റെയും ആക്സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് അല്ലേ. ആ ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് എന്ത് ചെയ്യും? റിപ്പീറ്റഡ് ആയിട്ട് അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് വെച്ച് കവേർഡാണ്? എൻസർക്കിൾ ചെയ്തിട്ടുണ്ടാവും, ഒരു മൈലിൻ കവറിങ് ഉണ്ടാവും. ആ മൈലിൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു മെംബ്രെയിൻ ആണ്. എന്താണ്? ലിപ്പിഡ് കണ്ടെയ്നിങ് മെംബ്രെയിൻ ആണ് മൈലിൻ എന്ന് പറയുന്നത്. അങ്ങനെ ആക്സോണിന് ചുറ്റും ഈ മൈലിൻ കവർ ചെയ്തിട്ടുള്ള ആ ഷീത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. Analyze illustration 1.3 and the description. Find out the characteristics and significance of myelin sheath and prepare a note on the basis of the indicators given. അപ്പോൾ ചിത്രം നോക്കി കൂട്ടുകാർക്ക് അല്ലേ മൈലിൻ ഷീത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും സിഗ്നിഫിക്കൻസും എന്ത് ചെയ്യാം? എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെർവ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ്. അപ്പോൾ ഒരു നെർവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ആക്സോൺ ആണ്. മൈലിൻ ഷീത്ത് ഇൻ ദ നെർവ്സ് ഈസ് ഫോംഡ് ഓഫ് ഷ്വാൻ സെൽസ്. അപ്പോൾ ആ നെർവിലുള്ള അല്ലെ ആക്സോണിന് ചുറ്റും എൻസർക്കിൾ ചെയ്തിട്ടുള്ള മൈലിൻ ഷീത്ത് എന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്? ഷ്വാൻ സെൽസ് വെച്ചിട്ടാണ്. Myelin sheath in the brain and the spinal cord is formed of specialized cells called oligodendrocytes. അപ്പോൾ ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും ആ നെർവ്സിനുള്ള അല്ലേ മൈലിൻ ഷീത്ത് ഫോം ചെയ്തിട്ടുള്ളത് ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസിൽ നിന്നാണ്. ആ സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? oligodendrocytes. The myelin sheath has a shiny white color. അപ്പോൾ മൈലിൻ ഷീറ്റിന് എന്ത് കളറാണുള്ളത്? ഷൈനി വൈറ്റ് കളറാണ് ഉള്ളത്. The part of the brain and the spinal cord where myelinated nerve cells are present in abundance is called white matter, and the part where non-myelinated nerve cells are present is called ഗ്രേ മാറ്റർ. അപ്പോൾ ബ്രെയിനിലെയോ സ്പൈനൽ കോഡിൻ്റെ പാർട്സ് എന്തൊക്കെയുണ്ട്? വൈറ്റ് മാറ്ററും ഉണ്ട്, ഗ്രേ മാറ്ററും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ വൈറ്റ് മാറ്റർ എന്ന് പറയാൻ കാരണം? ആ പാർട്ടിൽ എവിടെയാണോ അല്ലേ ബ്രെയിനിൻ്റെയോ അല്ലെങ്കിൽ സ്പൈനൽ കോഡിൻ്റെ ഏത് പാർട്ടിലാണോ മൈലിനേറ്റഡ് നെർവ് സെൽസ്, അതായത് നെർവ് സെൽസ് കണ്ടെയ്നിങ് ദ മൈലിൻ ഷീത്ത്, അതായത് മൈലിൻ ഷീത്ത് ഉള്ള നെർവ് സെൽസ് ഏറ്റവും അബണ്ടൻ്റ് ആയിട്ട് കൂടുതലായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈറ്റ് മാറ്റർ. പിന്നെ ഏത് പാർട്ടിലാണോ നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസ്, അതായത് മൈലിൻ ഷീത്ത് ഇല്ലാത്ത നെർവ് സെൽസ് ഉള്ളത്, ആ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദ മൈലിൻ ഷീത്ത് ആർ ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ആക്സോൺ, ആക്സിലറേറ്റ് ഇമ്പൾസസ്, ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ ആൻഡ് പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേർണൽ ഷോക്സ്. മൈലിൻ ഷീത്തിൻ്റെ മേജർ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ആക്സോണിന് ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെന്താണ്? ആക്സിലറേറ്റ് ഇമ്പൾസസ്, പെട്ടെന്ന് തന്നെ ഇമ്പൾസിനെ സ്പീഡപ്പ് ചെയ്യാൻ അല്ലേ, ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേർണൽ ഷോക്സ്, പുറത്തുനിന്ന് എന്തെങ്കിലും ഷോക്ക് അല്ലെ എക്സ്റ്റേർണൽ ഷോക്സ് വരികയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്റ്റേർണൽ ഷോക്കിൽ നിന്നും ആക്സോണെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷനാണ്. ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആൻഡ് ഷ്വാൻ സെൽസ്. ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? മൈലിൻ ഷീത്ത് അല്ലേ ബ്രെയിനിലെയും സ്പൈനൽ കോഡിൻ്റെയും മൈലിൻ ഷീത്ത് ഫോം ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസ് എന്താണ്? ആ സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആൻഡ് ഷ്വാൻ സെൽസ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ന്യൂറോൺസ്. അപ്പോൾ ഒലിഗോഡെൻഡ്രോസൈറ്റ്സും ഷ്വാൻ സെൽസും എന്താണ് മെയിൻലി ചെയ്യുന്നത്? ന്യൂറോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള മെയിൻ ഫങ്ഷനാണ് അവർക്കുള്ളത്. An oligodendrocytes construct myelin sheath by covering the different axons simultaneously or by covering the different parts of the same axon repeatedly. അപ്പോൾ ഈ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എങ്ങനെയാണ് മൈലിൻ ഷീത്തിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഒരേ സമയം പല ആക്സോണുകളെ കവർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ആക്സോണിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൽ പലതവണ കവർ ചെയ്തിട്ടോ ആണ് മൈലിൻ ഷീത്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. മൈലിൻ ഷീത്ത് മേഡപ്പ് ഓഫ് ഷ്വാൻ സെൽസ് അല്ലേ. മൈലിൻ ഷീത്ത് എന്ത് വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നത്? ഷ്വാൻ സെൽസ് ആണ്. ആർ സീൻ ഇൻ ദ ആക്സോൺസ് ഇൻ നെർവ്സ്. അപ്പം നെർവ്സിൽ ആക്സോണിലാണ് ഇത് കാണപ്പെടുന്നത് അല്ലേ. എ ഷ്വാൻ സെൽ എൻസർക്കിൾ ദ ആക്സോൺ റിപ്പീറ്റഡ്ലി. റിപ്പീറ്റഡ് ആയിട്ട് ആക്സോണിന് ചുറ്റും ആരുണ്ട്? എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്, ഷ്വാൻ സെല്ല് ഉണ്ട്.
ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. അപ്പോൾ ഇമ്പൾസസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അല്ലേ ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ദ നെർവസ് സിസ്റ്റം മാനേജസ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ത്രൂ ഇമ്പൾസസ് അല്ലേ. അപ്പോൾ നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇമ്പൾസസ് വഴിയാണ്. ഹൗ ആർ ദീസ് ഇമ്പൾസസ് ജനറേറ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ത്രൂ ന്യൂറോൺസ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നതും അല്ലേ ന്യൂറോൺസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും എന്ന് നമുക്ക് നോക്കാം. അനലൈസ് ദ ഗിവൻ ഫിഗേഴ്സ് 1.2a, b and c on the basis of the description and the indicators and arrive at your own inferences. അപ്പോൾ ചിത്രം നോക്കൂ, നമുക്ക് എന്തൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. The outer surface of the plasma membrane of the neuron is പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ദ ഇന്നർ സർഫസ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് അല്ലേ. അപ്പോൾ ന്യൂറോണിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഔട്ടർ സർഫസസ് എന്ത് ചാർജ്ഡ് ആണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതിൻ്റെ ഇന്നർ സർഫസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് അല്ലേ. ദിസ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെർട്ടൻ അയോൺസ്. അപ്പോൾ പ്ലസ് ചാർജും മൈനസ് ചാർജും വരാനുള്ള കാരണം എന്താണ്, സെർട്ടൻ അയോൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടാവുന്ന ഡിഫറൻസസ് മൂലമാണ് പോസിറ്റീവും നെഗറ്റീവ് ചാർജും ആവുന്നത്. അത് ഏതൊക്കെയാണ് അയൺസ് അറിയോ, സോഡിയം ആൻഡ് പൊട്ടാസ്യം അയൺസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലെ ഡിഫറൻസസ് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഈ പൊളാരിറ്റി ഉണ്ടാവുന്നത് അല്ലേ, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടാവുന്നത്. വെൻ സ്റ്റിമുലേറ്റഡ് the distribution of ions in that particular part changes, hence the inner surface becomes positively charged and the outer surface become negatively charged. അപ്പോൾ ഫിഗർ 1.2b നോക്കൂ, എങ്ങനെയാണ് നമ്മൾ നോർമൽ അല്ലേ റെസ്റ്റിലിരിക്കുന്ന ന്യൂറോൺ എങ്ങനെയാണ്, ഔട്ടർ മെംബ്രെയിൻ എങ്ങനെയാണ് പോസിറ്റീവ് ചാർജും ഇന്നർ നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഒരു ഇമ്പൾസ് വന്നു അല്ലേ, അപ്പോൾ ആ ന്യൂറോൺ എന്ത് ചെയ്തു, സ്റ്റിമുലേറ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ആ ഡിസ്ട്രിബ്യൂഷനിലെ അയേൺസിൻ്റെ ആ ഡിസ്ട്രിബ്യൂഷൻ തമ്മിൽ എന്തുണ്ടാവുന്നു, ചേഞ്ചസ് ഉണ്ടാകുന്നു. ആ ചേഞ്ച് കാരണം ഒരു പെർട്ടിക്കുലർ പാർട്ടിലുണ്ടാകുന്ന ആ ചേഞ്ച് കാരണം പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇന്നർ സർഫസ് എന്തായി മാറുന്നു, പോസിറ്റീവ് ചാർജായി മാറുന്നു. ഔട്ടർ സർഫസ് എന്തായി മാറുന്നു, നെഗറ്റീവ് ചാർജായിട്ട് മാറുന്നു. ദിസ് മൊമെൻ്ററി ചാർജ് ഡിഫറൻസ് stimulates its adjacent parts and similar changes occur there too. മൊമെൻ്ററി ആയിട്ടുള്ള ചാർജ് ഡിഫറൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്ജസൻറ്റ് പാർട്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, ആ ചേഞ്ചസ് അതേപോലെയുള്ള സിമിലർ ചേഞ്ചസ് നടക്കാനായിട്ട് ആ പാർട്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താവും, ഇമ്പൾസ് ഇവിടെ നിന്ന് ഇവിടേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഇതെന്താവും, ആ പാർട്ടിലുള്ള ഇന്നർ സർഫസ് പോസിറ്റീവ് ആയപ്പോൾ ആ ഇമ്പൾസ് പാസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പാർട്ടും അങ്ങനെയുള്ള ചേഞ്ചസ് അല്ലേ, ആ ചാർജിലുണ്ടാകുന്ന ചേഞ്ചസ് കാണിച്ച് പോവുകയാണ്. ആസ് ദിസ് പ്രോസസ് പ്രൊസീഡ്സ് അല്ലേ, ഫിഗർ 1.2c നോക്കൂ, ഇമ്പൾസസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ആസ് ഇലക്ട്രിക് ചാർജസ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത് പോകുന്ന സമയത്ത് എന്താണ്, ഈ പാർട്ടിലുള്ള ഇമ്പൾസ് എങ്ങനെ എത്തി, ആ ന്യൂറോണിൻ്റെ മറ്റേ എൻഡിലേക്ക് ഇങ്ങനെ ഈ ചാർജ് ഡിഫറൻസ് വഴി എന്ത് ചെയ്തു, ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഇലക്ട്രിക് ചാർജസ് ആയിട്ടാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെർവ് ഇമ്പൾസസ് ആർ മെസ്സേജസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ന്യൂറോൺസ്. അപ്പം നെർവ് ഇമ്പൾസസ് എന്ന് പറയുന്നത് എന്താണ്, മെസ്സേജസ് ആണ്. ഏത് വഴിയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ന്യൂറോൺസ് വഴിയാണത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ട്രാൻസ്മിഷൻ നടക്കുന്നത്, ആ അയോൺസിൻ്റെ ചാർജിലെ ഡിഫറൻസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇമ്പൾസ് ഒരു എൻഡിൽ നിന്ന് വേറൊരു എൻഡിലേക്ക് അല്ലെങ്കിൽ ഒരു ന്യൂറോണിൽ നിന്ന് വേറൊരു ന്യൂറോണിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. സിനാപ്സ്. Impulses generated in the receptor cells reach the brain. Receptor cells generate ചെയ്ത ഇമ്പൾസ് എവിടെ എത്തി, ബ്രെയിനിലേക്ക് എത്തി. The brain analyzes it. ആ ഇമ്പൾസിനെ ബ്രെയിൻ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. And gives direction for proper response. ആ ഇമ്പൾസിനോട് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ഡയറക്ഷൻ ആര് നൽകും, ബ്രെയിന് നൽകും. To make this possible, the impulses formed in a neuron are to be transmitted to the other neurons and associated cells. പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് പോസിബിൾ ആക്കാനായിട്ട് എന്ത് ചെയ്യണം, ആ ഇമ്പൾസസ് അല്ലേ ഒരു ന്യൂറോണിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ഇമ്പൾസ് എന്ത് ചെയ്യണം, വേറൊരു ന്യൂറോണിൽ അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റഡ് ചെയ്തിട്ടുള്ള സെൽസുമായിട്ട് എന്ത് ചെയ്യണം, ആ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടണം.
ഹൗ ഡസ് ദിസ് ബിക്കെയിം പോസിബിൾ? അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുക, എങ്ങനെയാണ് ഇത് പോസിബിൾ ആക്കുക? അനലൈസ് ഇലിസ്ട്രേഷൻ 1.4 and 1.5 given below and the description. Prepare a note and based on the indicators and your analysis. അപ്പോൾ നോക്കൂ, അപ്പോൾ ഒരു ന്യൂറോണിൽ നിന്നും വേറെ ന്യൂറോണിലേക്ക്, അല്ലെങ്കിൽ ആ ന്യൂറോൺ അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന സെൽസിലോട്ട് എന്ത് ചെയ്യണം? ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ്? ആദ്യം നോക്കൂ, എങ്ങനെയൊക്കെയാണ് ആ ട്രാൻസ്മിഷൻ നോക്കൂ. ആദ്യത്തെ നെർവ് സെൽ അല്ലേ, നെർവ് സെൽസ് അല്ലേ, രണ്ട് ന്യൂറോൺ തമ്മിലുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷനാണ് കാണിക്കുന്നത് അല്ലേ. പിന്നെ എങ്ങനെയാണ്? അടുത്തത് ഒരു ന്യൂറോണും ഒരു മസിൽ സെല്ലും തമ്മിലുള്ള അല്ലേ, അസോസിയേറ്റഡ് സെല്ല് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? മസിൽ സെല്ലാണ്. അപ്പോൾ ഒരു ന്യൂറോണും ഒരു മസിൽ സെല്ല് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ട്രാൻസ്മിഷൻ. പിന്നെ എന്താണ്? ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലാർ സെൽസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ് പറയുന്നത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിനാപ്സസ് ആണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് സിനാപ്സ് എന്ന് നമുക്ക് നോക്കാം. സിനാപ്സ്, അപ്പോൾ എന്താണ് സിനാപ്സ് എന്ന് പറഞ്ഞാൽ? സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ ഓർ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ. അപ്പോൾ സിനാപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂറോണും വേറൊരു ന്യൂറോണും തമ്മിലുള്ള ആ ഗ്യാപ്പ് അല്ലെങ്കിൽ ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സിനാപ്സ് നമ്മൾ അപ്ലൈ പറഞ്ഞു, ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ന്യൂറോണിൽ നിന്നും ന്യൂറോണിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ന്യൂറോണിൽ നിന്നും വേറൊരു മസിൽ സെൽ അല്ലേ. അപ്പോൾ ഒരു ന്യൂറോണും മസിൽ സെല്ലും തമ്മിലുള്ള ആ ജംഗ്ഷൻ എന്ത് പറയാം? സിനാപ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലാർ സെൽസ് തമ്മിലുള്ള ജംഗ്ഷനെ നമുക്ക് എന്ത് പറയാം? സിനാപ്സ് എന്ന് പറയാം. വെൻ ഇലക്ട്രിക് ഇമ്പൾസസ് ഫ്രം ദ ആക്സോൺ റീച്ച് ദ സിനാപ്റ്റിക് നോബ്. അപ്പോൾ ഇമ്പൾസിലെ എല്ലാവർക്കും ന്യൂറോണിൻ്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ഇലക്ട്രിക് ഇമ്പൾസ് വരികയാണ്. അതെങ്ങനെ എത്തി? ആക്സോണിൽ. ആക്സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ലോങ്ങസ്റ്റ് ഫിലമെൻറ്റിലേക്ക് എത്തിയ ശേഷം അത് എവിടേക്ക് റീച്ച് ചെയ്യും? സിനാപ്റ്റിക് നോബ് അല്ലേ. സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ടിപ്പ് ഓഫ് ദ ആക്സോണൈറ്റ്. ആക്സോണൈറ്റിൻ്റെ ടിപ്പാണ് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിലേക്ക് എത്തി ഇമ്പൾസ്. അപ്പോൾ എത്തുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? certain chemical substances are secreted from there to the synaptic cleft. സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഏതാണ്? നോക്കൂ, പാർട്ടിൽ കണ്ടോ? ആ ഗ്യാപ്പ് അല്ലേ, ആ ഗ്യാപ്പാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താവുന്നു? ആ ഇമ്പൾസ് സിനാപ്റ്റിക് നോബിൽ എത്തുന്ന സമയത്ത് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ചില കെമിക്കൽ സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യുന്നു. ആ സെക്രീറ്റ് ചെയ്യുന്നത് എവിടേക്കാണ്? ഈ കെമിക്കൽ സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യുന്നത് സിനാപ്റ്റിക് ക്ലെഫ്റ്റിലോട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ദീസ് കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ആ കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ദേ സ്റ്റിമുലേറ്റ് ദ അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റ് ഓർ സെൽ ആൻഡ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസസ് ആർ ജനറേറ്റഡ്. ആ കെമിക്കൽസ് എന്താണ് ചെയ്യുന്നത്? അടുത്തുള്ള ന്യൂറോൺ അല്ലെങ്കിൽ അടുത്തുള്ള മസിൽ സെല്ലോ അടുത്തുള്ള ഗ്ലാൻഡുലർ സെൽസോ ഏതോ ആയിക്കോട്ടെ, ആ സെല്ലിനെ അല്ലെങ്കിൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള ന്യൂറോൺ ആണെങ്കിൽ എന്ത് ചെയ്യും? ആ ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടാണ്? ആ ബ്രാഞ്ച്ഡ് പാർട്ട്. ആ പാർട്ടിനെ ഈ കെമിക്കൽസ് എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ന്യൂറോണിൽ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രിക് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. എന്തായി? ആ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടു അല്ലേ. അസിറ്റൈൽ കോളൈൻ ആൻഡ് ഡോപ്പമൈൻ ആർ ദ എക്സാമ്പിൾസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അങ്ങനെയുള്ള ആ കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞു? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലേ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? അസറ്റൈൽ കോളൈനും ഡോപ്പമൈനും. സിനാപ്സ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്. അപ്പോൾ സിനാപ്സ് എന്തിനെ ഹെൽപ്പ് ചെയ്യും? ആ റെഗുലേറ്റ് അല്ലേ, ഈ ഇമ്പൾസിൻ്റെ ഡയറക്ഷനെയും സ്പീഡിനെയും റെഗുലേറ്റ് ചെയ്യാനായിട്ട് സിനാപ്സ് ഹെൽപ്പ് ചെയ്യും. സിനാപ്സ് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്? ഇറ്റ് ഈസ് എ ജംഗ്ഷൻ. ഒരു രണ്ട് ന്യൂറോണും തമ്മിലുള്ള ജംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ എന്താണ്? ഒരു ന്യൂറോണും മസിൽ സെല്ലും തമ്മിലുള്ള ജംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ ന്യൂറോണും ഗ്ലാൻഡുലാർ സെല്ലും തമ്മിലുള്ള ജംഗ്ഷൻ ആവാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ. എന്തൊക്കെ തരത്തിലുള്ള ന്യൂറോൺസ് ആണുള്ളത്? ഓൺ ദ ബേസിസ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്. അപ്പോൾ ഇമ്പൾസിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ന്യൂറോൺസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സെൻസറി ന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ്. അപ്പോൾ ഇമ്പൾസിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ന്യൂറോൺസ് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എങ്ങനെയാണ്? സെൻസറി ന്യൂറോൺസ് എന്നും മോട്ടോർ ന്യൂറോൺസ് എന്നും. സെൻസറി ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അപ്പോൾ സെൻസറി ന്യൂറോൺസ് എന്താണ്? ഇമ്പൾസിനെ എവിടേക്ക് കൊണ്ടുപോകുന്നു? ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലോട്ടും ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഏത്? സെൻസറി ന്യൂറോൺസ്. മോട്ടോർ ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ്
from the brain and spinal cord to various parts of the body. മോട്ടോർ ന്യൂറോൺ എന്താണ് ചെയ്യുന്നത്? ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഉണ്ടാകുന്ന ഇമ്പൾസ് എന്ത് ചെയ്യുന്നു? ക്യാരി ചെയ്തിട്ട് ബോഡിയിലെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് അല്ലേ ആ ഇമ്പൾസിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ? മോട്ടോർ ന്യൂറോൺസ്. നെർവ്സ്. You know that nerves are the group of axons or nerve fibers. അപ്പോൾ nerves എന്ന് പറയുന്നത് എന്താണ്? കുറേ nerve fibers അല്ലെങ്കിൽ കുറേ ആക്സോണിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെർവ് എന്ന് പറയുന്നത് അല്ലേ. ദേ ആർ കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. ആ നെർവ് എന്ത് വെച്ച് കവേർഡാണ്? ഒരു കണക്റ്റീവ് ടിഷ്യൂ വഴി കവേർഡാണ്. അപ്പോൾ നോക്കൂ, ക്രോസ് സെക്ഷൻ ഓഫ് നെർവിൻ്റെ സ്ട്രക്ചറാണ് കണ്ടിട്ടുള്ളത് അല്ലേ. കുറേ ആക്സോണിൻ്റെ കുറേ ഗ്രൂപ്പാണ് എന്ത് പറയുന്നത്? നെർവ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ എന്തായിട്ട് കവർ ചെയ്തിട്ടുണ്ട്? ഒരു കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെർവ് എന്ന് പറയുന്നത്. നെർവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫങ്ഷൻസ്. അപ്പോൾ ഫങ്ഷൻ്റെ ബേസിൽ നെർവ്സിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണെന്നറിയോ? ഏതെല്ലാമാണ് ആ 3 നെർവ്സ്? സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സ്ഡ് നെർവ് അല്ലേ. ആ നെർവ്സിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Sensory nerve is formed of sensory nerve fibers. സെൻസറി നെർവ് ഫൈബേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയത് എന്താണ്? സെൻസറി നെർവ്. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ്. നമ്മൾ സെൻസറി ന്യൂറോൺ പറഞ്ഞ പോലെ തന്നെ അല്ലേ. എന്താണ്? വേരിയസ് പാർട്സിലുള്ള ഇമ്പൾസസിനെ ക്യാരി ചെയ്തുകൊണ്ട് എവിടേക്ക് കൊണ്ടെത്തിക്കും? ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുക എന്നുള്ളത് അതിൻ്റെ ഫംഗ്ഷനാണ്. സെൻസറി നെർവിൻ്റെ ഫംഗ്ഷനാണ്. മോട്ടോർ നെർവ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മോട്ടോർ നെർവ് ഫൈബേഴ്സ് വെച്ചിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നുള്ള ഇമ്പൾസസിനെ എവിടേക്ക് എത്തിക്കുന്നു? ബോഡിയിലെ വേരിയസ് പാർട്സിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിൻ്റെ ഫംഗ്ഷൻ, മോട്ടോർ നെർവിൻ്റെ ഫംഗ്ഷൻ. അടുത്ത തേർഡ് നെർവ് ഏതാണ്? മിക്സ്ഡ് നെർവ്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബർ ആൻഡ് മോട്ടോർ നെർവ് ഫൈബേഴ്സ് അല്ലേ. രണ്ടിൻ്റെയും മിക്സ്ഡ് ആയിട്ടുള്ള നെർവ്, രണ്ടും സെൻസറിയും ഉണ്ട് മോട്ടറും ഉണ്ട്. അത് രണ്ടിൻ്റെയും മിക്സാണ് എന്ത്? മിക്സ്ഡ് നെർവ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻസറി നെർവ് ഫൈബേഴ്സും ഉണ്ട്, അതിൽ എന്തുണ്ട്? മോട്ടോർ നെർവ് ഫൈബേഴ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അല്ലേ. ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന ഇമ്പൾസസിനെയും ക്യാരി ചെയ്യും. അതേപോലെ തന്നെ എന്താണ്? വേരിയസ് ഓർഗാൻസിൽ നിന്നുള്ള ഇമ്പൾസ് ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഫംഗ്ഷനാണ്. അതായത് സെൻസറി നെർവിൻ്റെയും മോട്ടോർ നെർവിൻ്റെയും ഫംഗ്ഷൻ ആര് കാണിക്കും? മിക്സ്ഡ് നെർവ് കാണിക്കും. രണ്ടുപേരുടെയും ഫംഗ്ഷൻ ആര് കാണിക്കുന്നുണ്ട്? മിക്സ്ഡ് നെർവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നെർവ്സ് 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സ്ഡ് നെർവ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് and share. Thank you.